السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين أما بعد. പരിശുദ്ധമായ ഹദ്ദാദ് റാത്തീബ് പതിവാക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ഗുണവും നേട്ടവും കഴിഞ്ഞ ഒരുപാട് ക്ലാസ്സുകളിലൂടെ നാം മനസ്സിലാക്കി. അത് ശ്രദ്ധിക്കുകയും ശ്രവിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് ഇൻഷാ അല്ലാഹ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഹദ്ദാദ് റാത്തീബിനെ ഹദീസുകളിൽ നിന്നും മറ്റും ക്രോഡീകരിച്ച മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ആരായിരുന്നു, മഹാനവറുകളുടെ മഹത്വം എന്തായിരുന്നു, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചെറിയ ഒരു വിവരണമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. മഹാനവറുകൾ ഹിജ്റ 1044 സ്വഫർ മാസം 5 ഹളർമൗത്തിലെ സബീർ എന്ന ഗ്രാമത്തിലാണ് ജനിക്കുന്നത്. പിതാവ് അലവി ഇബ്നു മുഹമ്മദുൽ ഹദ്ദാദ് തങ്ങളും മാതാവായ സൽമ റളിയല്ലാഹു അൻഹായും തികഞ്ഞ ആത്മീയ അന്തരീക്ഷത്തിലൂടെ വളർന്നു വന്ന മഹാനും മഹദിയും ആയിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു അലവി ഇബ്നു മുഹമ്മദ് അൽ ഹദ്ദാദ് അൽ അലവി അൽ ഹുസൈനി അൽ ഹളുറമി, ഈ പേരിലാണ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു അറിയപ്പെടുന്നത്. വളരെ ചെറുപ്പത്തിലെ പരിശുദ്ധമായ ഖുർആനിൻ്റെ 30 ജുസും ഹിഫ്ലാക്കുകയാണ്. എല്ലാ ദിവസവും രാത്രികളിൽ തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം യാസീനോദി കരയും. പകൽ സമയത്ത് ളുഹാ നിസ്കാര ശേഷം യാസീനോദി കരയും. ഈ കരച്ചിൽ കേട്ടിട്ട്, ഈ കരച്ചിൽ കണ്ടിട്ട് പല ആളുകൾക്കും അത്ഭുതം തോന്നാറുണ്ടായിരുന്നു. മഹാനവറുകൾ ഹദ്ദാദ് റാത്തീബ് ക്രോഡീകരിച്ചത് 1071 ഹിജ്റ 1071 റമളാനിൽ ഒരു ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയിൽ ആയിരുന്നു. അതിനുള്ള കാരണം ഹളർമൗത്തിലെ ഉന്നതരായ പല മഹാന്മാരും അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളെ സമീപിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇതാ ഹളർമൗത്തിൽ സയ്യിദിയ്യ എന്ന ബിദ്അത്തുകാർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അവരിൽ നിന്ന് എല്ലാവരുടെയും ഈമാന് രക്ഷപ്പെട്ട് കിട്ടണം, അവരിൽ നിന്ന് മോചനം കിട്ടണം, അതിന് നിങ്ങൾ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം എന്ന് പറഞ്ഞ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളെ സമീപിച്ചപ്പോൾ മഹാനവറുകൾ ഹദീസിൽ നിന്നും മറ്റും ക്രോഡീകരിച്ച് പതിവാക്കാനും പ്രാവർത്തികമാക്കാനും അവർക്ക് നൽകിയ വിർദാണ്, അതിൻ്റെ ഒരു സമാഹാരമാണ് ഹദ്ദാദ് റാത്തീബ് എന്നത്. ചെറുപ്പം മുതൽക്കേ ആത്മീയമായ അന്തരീക്ഷത്തിലൂടെ വൈജ്ഞാനികമായ എല്ലാ മേഖലകളും കീഴടക്കിക്കൊണ്ടാണ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ വളർന്നു വരുന്നത്. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവരും വഫാത്തായിപ്പോയവരുമായ മഹാന്മാരെ മുഴുവനും മഹാനവറുകൾ സന്ദർശിക്കാറുണ്ടായിരുന്നു. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഫഖീഹ് മുഖദ്ദം റളിയല്ലാഹു അൻഹുവിനെയും ഷെയ്ഖ് അബൂബക്കർ സാലിം റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാരെ എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും സിയാറത്ത് ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ ഹളർമൗത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന മഹാനായ പ്രവാചകൻ ഹൂദ് നബി അലൈഹിസ്സലാമിൻ്റെ ഖബർ ഇടയ്ക്കിടെ സന്ദർശിക്കാറുണ്ടായിരുന്നു. 35-ാം വയസ്സിൽ ഹജ്ജും ഉംറയും നിർവഹിച്ചു. 89-ാം വയസ്സിൽ ഹിജ്റ 1132 ഒരു ചൊവ്വാഴ്ച ദുൽഖഅദ 7 മഹാനവറുകൾ ഈ ലോകത്തോട് യാത്രയാവുകയാണ്. ഒരത്ഭുതകരമായിരുന്നു അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ. 3 വയസ്സ് ആയപ്പോൾ വസൂരി രോഗം ബാധിച്ച് 2 കണ്ണിൻ്റെയും കാഴ്ച നഷ്ടപ്പെടുകയാണ്. കണ്ണിൻ്റെ പ്രത്യക്ഷമായ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ബസീറത്താകുന്ന ഉൾക്കാഴ്ച കൊണ്ട് ആത്മീയ ലോകത്തെ വെള്ളി നക്ഷത്രമായി മഹാനവറുകൾ അറിയപ്പെടുകയാണ്.
അവിടുത്തെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും കൃത്യമായ ഒരു ക്രമീകരണത്തിലൂടെയായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാ ദിവസവും ളുഹർ നിസ്കാര ശേഷം 1000 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തഹ്ലീൽ ചൊല്ലാറുണ്ടായിരുന്നു. അത് റമദാനിലാകുമ്പോൾ എല്ലാ ദിവസവും 2000 പ്രാവശ്യം തഹ്ലീൽ ചൊല്ലാറുണ്ടായിരുന്നു. ശവ്വാൽ 6 ആകുമ്പോൾ 70,000 തഹ്ലീൽ പൂർത്തിയാക്കുകയാണ്. 20 വയസ്സ് ആയപ്പോഴേക്ക് ഉന്നത പണ്ഡിതനായി മാറുകയാണ്. തന്നെ പഠിപ്പിച്ച ഉസ്താദുമാരെപ്പോലും ശൈഖന്മാരെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ബുദ്ധിയും പക്വതയും ഓർമ്മശക്തിയും കൈവരിച്ചുകൊണ്ട് ഉന്നതങ്ങൾ കീഴടക്കുകയാണ് മഹാനവറുകൾ. അവിടുത്തെ ശരീരപ്രകൃതി ഉയരമുള്ള വെളുത്ത നിറമായിരുന്നു. എല്ലാവരോടും പുഞ്ചിരിക്കുന്ന പ്രകൃതമായിരുന്നു അവിടുത്തേക്ക് ഉണ്ടായിരുന്നത്. വഴിതെറ്റി സഞ്ചരിക്കുന്ന ചെറുപ്പക്കാരായ ആളുകളെ രഹസ്യമായി വിളിച്ച് ഉപദേശിക്കുന്നതിൽ പ്രത്യേകം താൽപ്പര്യം കാണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന മഹാന്മാർ ഖുതുബുൽ ഇർഷാദ്, വഴികാട്ടിയുടെ മാർഗദർശനത്തിൻ്റെ കുത്തുബ് എന്ന ഒരു പേര് മഹാനവറുകൾക്ക് നൽകുകയാണ്. ഖുതുബുൽ ഇർഷാദ് എന്ന പേരിലാണ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ അറിയപ്പെടുന്നത്. മഹാനവറുകൾ എല്ലാ ദിവസവും ളുഹറിൻ്റെ ശേഷം 1000, റമദാനിൽ 2000 പ്രാവശ്യം തഹ്ലീൽ ചൊല്ലാറുണ്ടായിരുന്നു എന്ന് നേരത്തെ പറഞ്ഞു. വഫാത്തിന് മുമ്പ് 500 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ടാണ് അവിടുന്ന് വഫാത്തായത്. വഫാത്താകുന്നതിൻ്റെ 30 വർഷം മുമ്പ് ഉറങ്ങിയില്ല. രാത്രി മുഴുവനും ഇബാദത്തിൽ മുഴുകുകയാണ്. എല്ലാ രാത്രികളിലും ഇശാ മഗ്രിബിനിടയിൽ 20 റക്അത്ത് അവ്വാബീൻ നിസ്കാരം മഹാനവറുകൾ പതിവാക്കാറുണ്ടായിരുന്നു. വഫാത്ത് അടുത്തപ്പോൾ പ്രകാശത്താൽ ഉള്ള ഒരു മേഘവും തണുത്ത ഒരു കാറ്റും വന്നു. അതിങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അവിടുത്തെ പരിശുദ്ധമായ ആത്മാവ് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയാവുകയാണ്. മഹാനവറുകൾ പറയുന്നുണ്ട്, മാ തറക്തു സ്വലാത്ത തസ്ബീഹി കുല്ല ലൈലത്തിൻ ഇൻദ തഹജ്ജുദി ലിഖിയാമിൽ ലൈലി. തഹജ്ജുദിനു വേണ്ടി എഴുന്നേൽക്കുന്ന സമയത്ത് എല്ലാ രാത്രികളിലും ഞാൻ തസ്ബീഹ് നിസ്കാരം നിർവഹിക്കാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരു രാത്രി പോലും എനിക്ക് തഹജ്ജുദ് നിസ്കാരം നഷ്ടപ്പെട്ടു പോയിട്ടില്ല. വലാ നിംതു അസ്ലൻ അലാ ജനാബത്തിൻ, ഒരു രാത്രി പോലും ഞാൻ ജനാബത്തുകാരനായി ഉറങ്ങിയിട്ടില്ല. വലാ സ്വല്ലൈതു സ്വലാത്തൻ മഫ്റൂലത്തൻ മുൻഫരിദൻ വലാ മുസ്തഅജില, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ഫർള് നിസ്കാരവും ജമാഅത്തായി കൊണ്ടല്ലാതെ നിസ്കരിച്ചിട്ടില്ല. ഒറ്റക്ക് ഞാൻ ഒരു ഫർള് നിസ്കാരവും നിസ്കരിച്ചിട്ടില്ല. അപ്രകാരം വലാ മുസ്തഅജില, തിരക്ക് പിടിച്ച് ധൃതി കാണിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ഫർള് നിസ്കാരം പോലും നിർവഹിച്ചിട്ടില്ല. വലാ തറക്തു ഗസ്ലൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം പ്രത്യേകം സുന്നത്തുള്ള ജുമുഅക്ക് വേണ്ടിയുള്ള സുന്നത്തായ കുളി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒഴിവാക്കിയിട്ടില്ല. വലാ സ്വലാത്തൽ ഇസ്തിഖാറത്തി ഇദാ അറത്തു അംറൻ അഫ്അലുഹു, ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തിനും വേണ്ടി മുന്നിട്ടിറങ്ങുകയാണെങ്കിൽ ഇസ്തിഖാറത്തിൻ്റെ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കാതെ ഞാൻ ആ കാര്യത്തിനും വേണ്ടി ഇറങ്ങി പുറപ്പെടാറുണ്ടായിരുന്നില്ല. മാത്രമല്ല വകാനത്ത് അഅ്മാലുഹു കുല്ലുഹാ അലൽ ഖൗലിൽ അർജഹി മിനൽ അഖ്വാൽ, മഹാനവറുകൾ ജീവിതത്തിൽ ചെയ്തിരുന്ന കർമ്മങ്ങൾ മുഴുവനും ഫിഖ്ഹിലെ ഏറ്റവും പ്രബലമായ അഭിപ്രായം അനുസരിച്ചുകൊണ്ട് മാത്രമായിരുന്നു. നന്മ കൊണ്ട് വല്ലാതെ ജനങ്ങളെ ഉപദേശിക്കും, തിന്മയിൽ നിന്ന് ജനങ്ങളെ വല്ലാതെ അകറ്റി നിർത്തുകയും ചെയ്യും. സത്യം പറയുന്നതിൽ ഒരാളെയും പേടിയില്ലായിരുന്നു, ഒരു ഭരണാധികാരിയെയും അവിടുന്ന് ഭയപ്പെട്ടിട്ടില്ലായിരുന്നു. ഇങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആത്മജ്ഞാനിയാണ് മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു. അവർ നമുക്ക് ഹദീസിൽ നിന്നും മറ്റും ക്രോഡീകരിച്ചു തന്ന ദിക്റുകളുടെ എന്ന് പറഞ്ഞാൽ 22 ക്യാരറ്റ് പവറുള്ള മഹത്വമുള്ള ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റുകൾ ഹദീസിൽ നിന്നും മറ്റും
ക്രോഡീകരിച്ച് നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചു തന്നതാണ് ഹദ്ദാദ് റാത്തീബ് എന്നത്. അള്ളാഹുവേ, മരണം വരെ എല്ലാ രാത്രികളിലും അത് പതിവാക്കാൻ നീ ഞങ്ങളെ സഹായിക്കണം അല്ലാ. അത് മുടങ്ങിപ്പോകുന്ന ഒരു രാത്രിയും ഞങ്ങളെ ജീവിതത്തിൽ നീ നൽകല്ലേ അല്ലാ. ഹദ്ദാദ് റാത്തീബ് പതിവാക്കി അതിലൂടെ ഞങ്ങളെ ദുന്യവിയും മുഖ്റവിയുമായ എല്ലാ രക്ഷയും ഞങ്ങൾക്ക് നീ നൽകണം അല്ലാ. ഞങ്ങളൊക്കെ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, പ്രതികൂല സാഹചര്യങ്ങൾ, വിഷമങ്ങൾ, കഷ്ടപ്പാടുകൾക്കൊക്കെ ഞങ്ങൾ ചൊല്ലുന്ന ഹദ്ദാദ് റാത്തീബ് നീ പരിഹാരമാർഗമാക്കി തരണം അല്ലാ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി സ്വർഗം കണ്ട് പുഞ്ചിരിച്ച് സന്തോഷത്തോടെ ബാധ്യതകളിൽ നിന്നൊക്കെ പൂർണ്ണമായും ഒഴിവായ അവസ്ഥയിൽ ഞങ്ങളെ നീ മൗത്താക്കണം അല്ലാ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.